ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഈ വീഡിയോയുടെ തമ്പനയിലിൽ കാണുന്ന മാതിരി ഒരു ചെടിയിൽ പല നിറത്തിലുള്ള അഡീനിയം പൂക്കൾ. സ്വാഭാവികമായിട്ടും ഒരു ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ലഭിക്കാറില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് പല നിറത്തിലുള്ള പൂക്കളുള്ള അഡീനിയം ചെടിയുടെ കമ്പുകൾ കൊണ്ട് ഒരു ചെടിയിൽ പല കമ്പുകളിലായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ അതിനു വേണ്ടി പൂക്കൾ പിടിച്ച കമ്പുകളാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഇതെല്ലാം പൂക്കൾ ഉണ്ടായ കമ്പുകളാണ്. പൂക്കൾ പിടിക്കാത്ത കമ്പുകൾ എടുക്കുകയാണെങ്കിൽ അത് ഏത് നിറത്തിലായതായാലും ശരി തന്നെ നമുക്കത് പൂക്കൾ ഉണ്ടാകാൻ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഞാനിവിടെ 2-3 കളറ് പൂക്കൾ ഉണ്ടായ കമ്പുകൾ, അതായത് സയോണായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആ ചെടിച്ചട്ടിയിലിരിക്കുന്ന ആ ചെടിയിലേക്കാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ആൾറെഡി ചുവന്ന കളറ് പൂക്കൾ ഉണ്ട്. ഇത് ഏകദേശം 4-5 വർഷം പ്രായമായ അഡീനിയം ചെടിയാണ്. അതിൻ്റെ കാഡക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്യാവശ്യം ഇതൊരു ബോൺസായി ചെടി മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പല കമ്പുകളിലായിട്ട് പല നിറത്തിലുള്ള അഡീനിയം ചെടിയുടെ കമ്പുകൾ കൊണ്ടാണ് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലാണ് കമ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സയോൺ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ല മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ, പുതിയ ബ്ലേഡോ കൊണ്ട് ആയിരിക്കണം ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ബ്ലേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ബ്ലേഡാണ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗിച്ച ബ്ലേഡാണെങ്കിലും പ്രശ്നമല്ല, പക്ഷേ അണു വിമുക്തമായിരിക്കണം. കത്തിയാണെങ്കിലും അങ്ങനെ ചെയ്യണം. കത്തിയാണെങ്കിൽ ചൂടാക്കിയോ അല്ലെങ്കിൽ അണു വിമുക്ത ലായനി ഉപയോഗിച്ച് കഴുകിയോ കത്തി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതിന് വേണ്ടി സൂപ്പർ ഗ്ലൂ കൂടി ഉപയോഗിക്കുന്നുണ്ട്. സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ കാണുക. ഈ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. ഇതില്ലാതെയും ഗ്രാഫ്റ്റ് ചെയ്താൽ വിജയിക്കും, പക്ഷേ ഇത്രത്തോളം വിജയശതമാനം ഉണ്ടാവില്ല. സൂപ്പർ ഗ്ലൂ കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും സൂപ്പർ ഗ്ലൂ ആകാതെ നോക്കുക. പിന്നെ അത് പോയി കിട്ടാൻ കുറച്ച് പണിയാണ്. നല്ലതുപോലെ ഇടത് കൈ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ ഗ്ലൂ അതിൽ തേച്ച് പിടിപ്പിക്കുക. ഏകദേശം 1 ഇഞ്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. അതിൽ അല്പം കുറഞ്ഞാലും കൂടുതൽ കുറഞ്ഞാലും പ്രശ്നമില്ല. കാര്യം 1-2 നോഡ് നമുക്ക് കിട്ടിയാൽ മതി. നോഡെന്ന് പറയുന്ന ഇലയുടെ ആ ഭാഗമാണ് നോഡെന്ന് പറയുന്നത്. ഓരോ ഇലയുടെ ഭാഗത്തുനിന്നും ബഡ്ഡുകൾ ഇങ്ങനെ വളർന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ 1-2 ബഡ്ഡുകൾ മാത്രമേ വളർന്നു വരികയുള്ളൂ. എല്ലാ നോഡിൽ നിന്നും ബഡ്ഡുകൾ വളർന്നു വരില്ല. നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ കൈയോ മറ്റോ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടത് കൈ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് സൂപ്പർ ഗ്ലൂ തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിച്ച് ചേരുന്നതാണ്. അതിനുശേഷം നമുക്ക് അവസാനം പ്ലാസ്റ്റിക് കൊണ്ട് മൂടി കെട്ടിയാൽ മതി. ഞാനിവിടെ സയോണിൻ്റെ പീസുകൾ, ചെറിയ പീസുകൾ, അതായത് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പീസുകൾ കൊണ്ടും പിന്നെ 1-2 ബ്രാഞ്ചുകളും, അതായത് അതിൻ്റെ മണ്ട മാത്രം എടുത്തും ചെയ്യുന്നുണ്ട്. അത് വിജയിക്കാറുണ്ട് മണ്ട എടുത്ത് ചെയ്താൽ.
വ്യാവസായികപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സൂപ്പർ ഗ്ലൂ ഒന്നും തേച്ച് കൊടുക്കാറില്ല. അല്ലാതെ തന്നെ ഇതിൻ്റെ പീസ് ഇതിൽ ചേർത്ത് വെച്ച് പ്ലാസ്റ്റിക് കൊണ്ട് നല്ലമാതിരി വലിഞ്ഞ് കെട്ടുകയാണ് ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള 2 ചെടികളാണ്. ഒന്ന് അഡീനിയം ചെടിയും പിന്നെ കുരുമുളക് ചെടിയും. ഇത് രണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പല നിറത്തിലെ കമ്പുകളാണ്, അതായത് പല നിറത്തിലുള്ള പൂക്കളുള്ള അല്ലെങ്കിൽ പൂക്കൾ പിടിക്കുന്ന കമ്പുകളുടെ സയോണാണ് ഞാനിവിടെ ഈ ചെടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. കത്തിയേക്കാൾ ബ്ലേഡാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കട്ടിങ് കിട്ടും. കുറച്ച് കട്ടിയുള്ള കമ്പുകളാണ്, അതുകൊണ്ടാണ് ഞാൻ കത്തി ഉപയോഗിക്കുന്നത്. മുറ്റില്ലാത്ത കമ്പിൽ ഗ്രാഫ്റ്റിങ് വിജയിക്കാറില്ല. അതുകൊണ്ട് കഴിയുന്നതും കുറച്ച് മുറ്റുള്ള കമ്പുകളിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഒട്ടിയില്ല, അത് ഇളകിപ്പോയി. വീണ്ടും അവിടേക്ക് അത് ചേർത്ത് വെച്ച് സൂപ്പർ ഗ്ലൂ തേക്കുക. ചിലപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരുന്നാലും പെട്ടെന്ന് ഇളകിപ്പോവും. അങ്ങനെയാണെങ്കിൽ വീണ്ടും അതിനെ തൊട്ട് അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് സയോണിൻ്റെയും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒട്ടിച്ച് എടുക്കാവുന്നതാണ്. ശരിക്ക് ഇത് സയോണും റൂട്ട് സ്റ്റോക്കുമായിട്ട് നല്ലമാതിരി ചേർത്ത് വെച്ച് ഒട്ടിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വിജയിക്കാറില്ല. അത് നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ മനസ്സിലാവും, അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ശാഖയാണ് ഇനി അതിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. ശാഖ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെടിയുടെ സയോണിൻ്റെ മുകൾ ഭാഗം നമ്മൾ മണ്ട എന്ന് പറയും, അത് വെച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അത് വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഇളകിപ്പോകുന്നതാണ്. സൂപ്പർ ഗ്ലൂ തേച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ പിടിച്ചേക്കുക. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നതാണ്. നല്ലപോലെ അമർത്തി പിടിച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാകും.
അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചേക്കുന്ന ക്ലിങ് ഫിലിം, അതായത് നമ്മുടെ ഫുഡ് പാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് നല്ല ബലമുള്ളതാണ്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോളിത്തീൻ കവറിൻ്റെ വളരെ സുതാര്യമായ എന്നാൽ നല്ല ബലമുള്ള പീസായാലും മതി. അത് വെച്ച് നല്ലതുപോലെ മുകൾ ഭാഗത്ത് വെച്ച് താഴോട്ട് വലിച്ച് റബ്ബർ ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ വലിച്ച് കെട്ടുകയോ ചെയ്യുക. യാതൊരു കാരണവശാലും അത് ഇളകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേമാതിരി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച എല്ലാ പീസുകളും ഇങ്ങനെ ചെയ്യുക. ചെയ്തതിന് ശേഷം ഞാൻ ഈ മണ്ട എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം അത് വലിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് എടുത്താൽ മതി. ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. വളരെ ബലം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് ചെയ്തത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റെല്ലാ ചെറിയ പീസുകളും ഗ്രാഫ്റ്റ് ചെയ്ത പീസുകളും നല്ലതുപോലെ മുകളിൽ വെച്ച് താഴോട്ട് വലിച്ച് നല്ലമാതിരി ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ചെയ്ത് എടുക്കണം. തീർച്ചയായിട്ടും ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടുകൾ മറ്റൊരു വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇതേമാതിരി നല്ല അടീനിയത്തിൻ്റെ ചെടികൾ കിട്ടുകയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.